ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കടലപ്പരിപ്പും ചുരക്കയും കൂടിയുള്ളതാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഒരു അര കപ്പ് കടലപ്പരിപ്പ് കുതിർത്തതാണ്. വെള്ളത്തിലിട്ട് 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ചുരക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെ ചെറുതായിട്ട് അരിയണം. അതുപോലെ ഒരു ഉള്ളിയുണ്ട്, സവോള ഉള്ളി ഒരെണ്ണം, 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഉള്ളിയും തക്കാളിക്കൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഈ പരിപ്പ് കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. ചുരക്കയുടെ അളവ് ഞാൻ പറയാം. അരിഞ്ഞതിന് ശേഷമുള്ള അളവാണ്. ഈ കപ്പിൽ 2 കപ്പ് ഉണ്ടാവും. ഇനി ഞാനിതാ ഇവിടെ പരിപ്പൊക്കെ വേവിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അല്പം ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ രണ്ട് വഴനയിലോട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചൂടായി വരുന്നതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുത്ത് സവോളയുടെ കളർ നമുക്ക് ഒത്തിരി അങ്ങനെ ബ്രൗൺ ആക്കുകയൊന്നും വേണ്ട. ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആകുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് 2-3 പച്ചമുളക് കീറിയത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് ഇത് കളറൊക്കെ ഇത് മാറി വന്നിട്ടുണ്ട്. ഉള്ളിൽ നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഇവയെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടിയുടെയൊക്കെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി വേവാൻ ആവശ്യമായിരിക്കുന്ന ഉപ്പും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരിപ്പിനകത്ത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കില്ല. അവസാനം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിക്ക് ഒന്ന് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചുരക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. ചുരക്കയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കത് ഇളക്കി യോജിപ്പിക്കണം. നമ്മളിവിടെ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 20 മിനിറ്റ് സമയത്തേനെങ്കിലും നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. പരിപ്പ് നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കേണ്ട, നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അടച്ചു വെച്ച് വെന്തിട്ടില്ലെങ്കിൽ പിന്നെയും ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പം ചുരക്കയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് തന്നെ വേവിക്കണം. എല്ലാം ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടി പരിപ്പിൻ്റെ എല്ലാം ഒന്ന് ഇതിലേക്കൊന്ന് കറിയിലേക്കൊന്ന് മിക്സ് ആകുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ഏകദേശം കറിയൊന്ന് നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറി വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇരിക്കണം. നമ്മൾ ഒത്തിരി വെള്ളമായിട്ട് കുഴച്ചിട്ടല്ല ഇതുണ്ടാക്കുന്നത്. എന്നാലത് ഇതുപോലെ ഒത്തിരി അങ്ങ് ഉണങ്ങിയിരിക്കാനും പാടില്ല, ഡ്രൈ ആവാനും പാടില്ല. ലാസ്റ്റ് നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഒരു 2 മിനിറ്റ് സമയത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. മസാലയുടെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് കറിയിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് കറിയുടെ ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും
വീഡിയോ ഇത്രത്തോളം കണ്ടതിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇതുപോലുള്ള പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും. അതുവരത്തേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.